പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേഷനിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്പോർട്ടാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിർബന്ധമായിട്ടും ആവശ്യമായി വരുന്ന ഒരു ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് വളരെ ഈസിയാണ്, വളരെ കുറവാണ് ഇതിലുള്ള ടെക്സ്റ്റുകളും കാര്യങ്ങളും. ഇതിലുള്ള മെയിനായിട്ട് പഠിക്കാൻ വരുന്നത് ഇതിലുള്ള ടേംസാണ്. ഇതിൽ വരുന്ന ടേംസ്, അതുപോലെ പാസ്പോർട്ടിൻ്റെ ടൈപ്പുകൾ, ഇത് മാത്രമാണ് ഇതിൽ പഠിക്കാൻ വരുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ വിദേശ രാജ്യങ്ങളിലുള്ള, അതായത് പ്രധാനപ്പെട്ട ഒരു 4 രാജ്യങ്ങളിലെ പാസ്പോർട്ടും നമുക്ക് ഇതിൽ കാണാം. ഇവിടെ നമുക്ക് കാണാം കിങ്ഡം ഓഫ് സൗദി അറേബ്യ. കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്നാണ് സൗദി അറേബ്യ എന്ന് നമ്മൾ പറയുന്ന രാജ്യത്തിൻ്റെ യഥാർത്ഥ പേര്. അൽ മംലക്കത്തുൽ അറബിയത്തി സൗദിയ. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രയോഗിച്ച് പഠിക്കേണ്ടത്. നമ്മൾ സാധാരണ നാട്ടിലെല്ലാവരും പറയുന്നത് പോലെ സൗദി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ പേര് ശരിക്കും കിങ്ഡം ഓഫ് സൗദി അറേബ്യ, അറബിയിൽ അൽ മംലക്കത്തുൽ അറബിയത്തി സൗദിയ എന്നാണ്. അങ്ങനെ തന്നെ പറയണം. അവിടുത്തെ പാസ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്ട് എല്ലാ പാസ്പോർട്ടുകളും ഏകദേശം ഒരേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. UAEയുടെ പാസ്പോർട്ടാണ് അടുത്തത്. പാസ്പോർട്ടുകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുള്ളൂ. കാരണം അതൊരു ഇൻ്റർനാഷണലി ഫിഗർ ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റിത്തിരുത്തലുകളോ വലിയ ചേഞ്ചുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചെറിയ രൂപഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നല്ലാതെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റൊരു പാകിസ്ഥാനി പാസ്പോർട്ടാണിത്. ഓക്കെ, ചൈനയുടെ പാസ്പോർട്ടിൻ്റെ രൂപമാണ് ഈ കാണുന്നത്, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. അതുപോലെ ജപ്പാനിൻ്റെ പാസ്പോർട്ട്. ഇങ്ങനെ ഏകദേശം ഒരു 5 പാസ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഏകദേശം പാസ്പോർട്ടിൻ്റെ രൂപം, അതിൻ്റെ മെയിൻ പേജിൻ്റെ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലായിടത്തും അടിയിലായിട്ട് ചെറിയ ഒരു യുണീക്കായിട്ടുള്ള ഒരു രൂപം കാണാവുന്നതാണ്. അത് പാസ്പോർട്ടിലുള്ളൊരു കോഡാണ്. പിന്നെ നമുക്ക് പാസ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട ടേംസ് പഠിക്കാം. പാസ്പോർട്ടിന് അറബിയിൽ ജവാസു സഫർ എന്നാണ് പറയുക, ജവാസു സഫർ. അതുപോലെ പാസ്പോർട്ടിൻ്റെ ഇനം, ടൈപ്പ്, നൗ എന്ന് പറയും. ഇനി രാജ്യത്തിൻ്റെ കോഡിന്, കൺട്രി കോഡിന് റംസുൽ ബലദ്. അതുപോലെ പാസ്പോർട്ട് നമ്പറിന് റക്കമുൽ ജവാസ്. റക്കമുൽ ജവാസ് സഫർ എന്ന് പറയേണ്ടതില്ല, റക്കമുൽ ജവാസ്. അതുപോലെ ഫുൾ നെയിമിന് ഇസ്മുൽ കാമിൽ എന്ന് പറയും. ഗിവൺ നെയിം, അവിടെ കൊടുത്തിട്ടുള്ള പേര് അൽ ഇസ്മുൽ അവൽ എന്നാണ് പറയുക. അതുപോലെ സർനെയിമിന് അൽ ആയില എന്നാണ് പറയുക. ഇതൊക്കെ ടേംസാണ്, ടെക്നിക്കൽ ടേംസാണ്. അൽ ആയിലത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അർത്ഥം, നമ്മൾക്കൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ഉപയോഗിക്കേണ്ട പദം ഇതാണ്. അതുപോലെ പാസ്പോർട്ട് ഹോൾഡറുടെ ഒപ്പ്, തൗഖീഉ ഹാമിലുൽ ജവാസ്, ഹോൾഡേഴ്സ് സിഗ്നേച്ചർ, തൗഖീഉ ഹാമിലുൽ ജവാസ്. ലീഗൽ ഗാർഡിയൻ അൽ വലിയുൽ ഖാനൂനി. അതുപോലെ നെയിം ഓഫ് ഫാദറിന് ഇസ്മുൽ അബ്, നെയിം ഓഫ് മദറിന് ഇസ്മുൽ ഉമ്മ്, നെയിം ഓഫ് സ്പൗസിന് ഇസ്മു സൗജ്. സ്പൗസ് എന്ന് പറഞ്ഞാൽ ആണാവാം പെണ്ണാവാം. അപ്പോൾ ഇസ്മു സൗജ് എന്ന് പറഞ്ഞാൽ ഈണാന്ന് അർത്ഥമുള്ളൂ. സൗജത്ത് എന്ന് പറയുമ്പോൾ ഭാര്യ തന്നെയായി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആണിനാണെങ്കിൽ പെണ്ണിൻ്റെതാണ് കൊടുക്കേണ്ടി വരിക, പെണ്ണിനാണെങ്കിൽ ആണിൻ്റെതാണ് കൊടുക്കേണ്ടി വരിക. പിന്നെ അഡ്രസ്സിന് അൽ ഉൻവാൻ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിന് താരീഖുൽ മീലാദ്, സെക്സിന് അൽ ജിൻസ്, ഫയൽ നമ്പറിന് അൽ മിലഫ് റക്കം എന്നാണ് പറയുക. സംശയം ഉണ്ടാകും, റക്കമുൽ മിലഫ് എന്നല്ലേ വരേണ്ടത്. അതൊരു അറബിക്, മോഡേൺ അറബിക്കെല്ലാം പൊതുവേ ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു രീതിയാണ്. അപ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഫയൽ നമ്പർ ഇംഗ്ലീഷിൻ്റെ അതേപോലെ തന്നെ അൽ മിലഫ് റക്കം എന്നാണ് കൊടുക്കുക. അവിടെ നമ്മൾ സന്ദേഹിക്കേണ്ടതില്ല, അത് ഒരു മോഡേൺ ടച്ചാണ് ഇതിനുള്ള. പിന്നീട് വരുന്നത് മെയിലാണെങ്കിൽ ദക്കർ, ഫീമെയിലാണെങ്കിൽ ഉൻസ. അതുപോലെ ഏതാണ് ദേശക്കാരൻ, ഏത് നാഷണൽ ആളാണ്, നാഷണാലിറ്റി അൽ ജിൻസിയ എന്നാണ് പറയാം. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, മക്കാനുൽ മീലാദ്. ഇത് ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്നാണ് താരീഖുൽ ഇസ്താർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂയിങ് എന്നർത്ഥം. അതുപോലെ ഡേറ്റ് ഓഫ് എക്സ്പയർ, ഇതെന്നാണ് എക്സ്പയർ ചെയ്യുന്നത്, അതിന് താരീഖുൽ ഇൻതിഹാ എന്നാണ് പറയുക. അതുപോലെ ഇത് ആരാണ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി ഏതാണ്, അതിന് ജിഹത്തുൽ ഇസ്ദാർ. ജിഹത്ത് എന്ന് പറഞ്ഞാൽ അതോറിറ്റി ഇഷ്യൂയിങ് എന്നർത്ഥം. ഇനി നമുക്ക് ടേംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാസ്പോർട്ടിൻ്റെ മോഡലുകൾ, പല രീതിയിലുള്ള പാസ്പോർട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട പാസ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ഓർഡിനറി പാസ്പോർട്ട് ജവാസ് സഫർ അൽ ആദി, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന് ജവാസ് സഫർ അദ് ഡിപ്ലോമാസി. അതുപോലെ സർവീസ് പാസ്പോർട്ടാണെങ്കിൽ ജവാസ് സഫർ അൽ ഖിദ്മ, ഒഫീഷ്യൽ പാസ്പോർട്ടാണെങ്കിൽ ജവാസ് സഫർ റസ്മി, എമർജൻസി പാസ്പോർട്ടിന് ജവാസ് സഫർ ത്വവാരി. അതുപോലെ സ്പെഷ്യൽ പാസ്പോർട്ടിന്
ജവാസ് സഫറിൽ ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എന്നർത്ഥമുണ്ട്, പ്രൈവറ്റ് എന്നർത്ഥമുണ്ട്. ഇവിടെ സ്പെഷ്യൽ എന്നാണ് അർത്ഥം. അപ്പോൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ടേംസ്, അതിൻ്റെ ടൈപ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത്രയും ഭാഗമാണ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ലീഗൽ ഡോക്യുമെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഡോക്യുമെൻ്റ് നമുക്ക് പഠിക്കാം.